ഗിരീഷേട്ടാ ടെൻഷനാവണ്ട, ഞാനും ദേവിയൊക്കെ ഉണ്ട് ഇവിടെ. ആ അതെ, ജാനകി ആന്റിയുടെ ഹോസ്പിറ്റലാ. ആ അതെ, കുറച്ച് നേരമായിട്ടുള്ളൂ. ശരി ഗിരീഷേട്ടാ. ദേവി, അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് ഞാൻ അവളെ പോയൊന്ന് കാണും. അവളെ ഞാൻ വെറുതെ വിടില്ല. എന്ത് വേണമെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഒന്ന് സമാധാനപ്പെട്. പാവം എന്റെ രജനേച്ചി. നന്ദു, ദേ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അമ്മേ, എന്റെ മോൾക്ക് എന്താ പറ്റിയേ? ഡോക്ടർ എന്താ പറഞ്ഞത്? പേടിക്കാനൊന്നുമില്ലമ്മേ. നീ ഡോക്ടറോട് സംസാരിച്ചോ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. എനിക്കും രജനി മോളെ ഒന്ന് കാണണം. ഞാനിപ്പോ വരാം. അമ്മേ, ഇപ്പൊ കാണാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞ്. എന്റെ മോളെ കുത്തിയവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക്. അമ്മേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെയായിരുന്നു തനുജയുടെ പെരുമാറ്റം. എന്നെ ആക്രമിച്ചത് അവള്. പാവരചന ചേച്ചി ആ സമയത്ത് അവിടെ വന്ന് പെട്ടതാ. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാ ഇങ്ങനെയൊക്കെ ആയത്. തൃപ്തിയായില്ലേ സിദ്ധുന്? രജനിയെ കൊലക്കത്തിക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുത്തപ്പോ സമാധാനായില്ലേ? സിദ്ധു എന്താ ഒന്നും പറയാത്ത? ചോദിച്ചത് കേട്ടില്ലേ? വേണ്ടമ്മ, ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട. അമ്മ സമാധാനപ്പെട്. സമാധാനപ്പെടണോ? ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം കുഞ്ഞ രജനി. അവളിങ്ങനെ കുത്തും കൊണ്ട് ആശുപത്രി കിടക്കുമ്പോ ഞാൻ സമാധാനപ്പെടണോ അല്ലേ? സിദ്ധു, എന്റെ രജനിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അമ്മ, അങ്ങനൊന്നും പറയില്ലേ പ്ലീസ്. അമ്മേ, അമ്മ വിഷമിക്കണ്ട. ചേച്ചിക്കൊന്നും പറ്റില്ല. തനുജയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം എന്ത് വേണമെന്ന്. നീ വിചാരിച്ച അവളെ തടയാൻ പറ്റില്ല. അവളെ അടക്കണമെങ്കിൽ
ഒരാള് വിചാരിക്കണം. സിദ്ധു. പക്ഷെ സിദ്ധു വിചാരിക്കുകയില്ല. അമ്മേ, അമ്മേ. തനുജേ, എടി തനുജേ, തനുജേ. എന്താ എടി തനുജ എവിടെ? നീ തനുജയെ വിളിക്ക്. എന്താ കാര്യം? അവളെ ഒന്ന് കൊല്ലും ഞാൻ. അവൾ എന്താണ് കാര്യം? എടി, നീ കൈവിടും. അവളെ വിളിക്ക്. കൈവിടാൻ. എന്താ എന്താ ഉണ്ടായെന്ന് പറയട്ടാ. നീ ഒന്ന് മാറി നിന്ന്. എന്താന്ന് പറഞ്ഞിട്ട് പോ. കൈവിടാൻ. എന്താ ഇപ്പൊ ഉണ്ടായത്? എന്താ കാര്യം? നീ എന്നെ വിട്. നീ ഏട്ടാ ഇങ്ങനെ ബഹളം വെക്കല്ലേ. സുജാത, താനെന്തിനാണ് പെടണ്ട? എന്താണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? മാറി നിൽക്ക്. ഏട്ടാ എന്താ എന്താണോ നിന്നെ ഏട്ടാ, ഞാനൊന്ന് എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്ത് കാണിച്ചു ഒന്ന് കാര്യം വെച്ചിരിക്കുന്നു? വിളിച്ച് പറ. അമ്മ വിട്ടേക്ക് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. കൈവിടറി. എന്താന്ന് കാര്യം പറ. വിടാൻ. ഒരു കത്തിക്കുത്ത് കഴിഞ്ഞിട്ടാ ഈ നശിച്ചവള് വന്നു നിൽക്കുന്നത്. അയ്യോ, സിദ്ധാർത്ഥൻ സാറിന്റെ മോളെ ഇവള് കുത്തി. ആ കൊച്ചിപ്പോ ആശുപത്രിയില്ല. സഹർപ്പന്നെ വിളിച്ചിരുന്നു. എടി ദ്രോഹി, എന്താണ് ഇത് കാണിച്ചേ? എന്ത് വേണമെന്ന് വെച്ചാ ചെയ്തോ. അറിയാലോ, കൊല്ലാൻ മടിയില്ലാത്തവൾക്ക് ചാവാനും മടിയില്ല. നിങ്ങൾ കൊന്നോ? ആ! കഴിഞ്ഞോ? ഇനിയും തല്ല് ഞാൻ കൊണ്ടോളാം. എടി എടി അസത്തെ, പോലീസ് വരുന്നതിന് മുമ്പ് ഇറങ്ങി പോടി. പോലീസ് വരട്ടെ, എന്നിട്ട് കോടതിയിൽ എത്തിക്കട്ടെ. ചോദിക്കാനും പറയാനുള്ളത് ഞാൻ അവിടെ പറയാം. എങ്ങനെയാണ് ആ പാവം മോളെ നിനക്ക് അപായപ്പെടുത്താൻ തോന്നിയത്? ഞാൻ കുത്തിയത് മറ്റവളെയാ, ദേവികയെ. രജനി കുത്ത് ചോദിച്ചു വാങ്ങിയതാ. വന്ന് ഇടയിൽ കയറി. കത്തിക്ക് അറിഞ്ഞൂടല്ലോ മുമ്പില് രജനിയാണോ ദേവികയാണോന്ന്. എടി നിന്നെ ഞാനൊന്നും ഭ്രാന്തം. വേണ്ട വിട്, വാ നമുക്ക് ഇവിടുന്ന് പോ. ഈ വീട് സിദ്ധാർത്ഥന്റെ ആൾക്കാർ വന്ന് അടിച്ചു പൊളിക്കും. അങ്ങനെ പൊളിക്കാൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം, ഇത് ഞാനും എന്റെ സഹോദരിയും തമ്മിലുള്ള വഴക്കാണെന്ന്. കണ്ടോ, ഇത്രയായിട്ട് ഇവളുടെ അഹങ്കാരം കണ്ടോ? ഞാനല്ല അഹങ്കാരി, അവളാ, ആ ദേവിക. അവളാ ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. എന്റെ അച്ഛനെ എന്നീന്ന് അകറ്റിയത് അവളാ. അവൾക്കറിയാം സിദ്ധാർത്ഥൻ എന്നെ അംഗീകരിച്ച പിന്നെ പരിഗണന കുറെ എനിക്കും വരുമെന്ന്. അതാ പറഞ്ഞേ അവളെ അടക്കി നിർത്താൻ. പെരുവഴിയിൽ വെച്ച് എന്നെ തല്ലിയവളാ അവള്. ഇന്ന് വഴിയിൽ വെച്ച് അവളുടെ ഭർത്താവിനെ കണ്ടു, നന്ദൻ. അവനോട് കാര്യം പറഞ്ഞപ്പോ അവനും അവളെ അങ്ങ് ന്യായീകരിക്കാം. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. വേണ്ട, പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഞാൻ മതി. അത് തെളിയിച്ചിട്ടുമുണ്ട്. പോലീസ് വരട്ടെ, ജയിലിൽ അടക്കട്ടെ. തിരിച്ചിറങ്ങിയാലും പോവും ചന്ദ്രത്തേക്ക്, കത്തിയായിട്ട് തന്നെ. അവളെ കാണ്, വിടില്ല അവളെ ഞാൻ. ഏട്ടാ, കാര്യങ്ങൾ എന്തായാലും വിചാരിച്ചെടുത്ത് നിൽക്കില്ല ഒന്നും. ഡോ, ഇത് തനൂജ ബുദ്ധിപൂർവ്വം കളിക്കുക. കേസ് കോടതിയിൽ എത്തിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത്. അവിടെ ഓരോ സത്യങ്ങളും എണ്ണി എണ്ണി പറയേണ്ടി വരും. ഞാനും താനും ഒക്കെ കൂട്ടിൽ നിൽക്കേണ്ടി വരും. അവസാനം ജയിക്കാൻ പോകുന്നത് തനൂജ തന്നെയായിരിക്കും. എന്ത് കഷ്ടം. ഏട്ടാ ഏട്ടാ, ഈശ്വര. ഗിരീഷ്,
എന്താ എന്തുണ്ടായേ? രജനിക്ക് എങ്ങനെയുണ്ട്? ടെൻഷൻ ആവണ്ട ഗിരീഷേട്ടാ, ട്രീറ്റ്മെന്റ് നടക്കുക. നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നേ. സിദ്ധാർത്ഥൻ സാറിന് സ്വന്തം മോളെ പോലും രക്ഷിക്കാൻ പറ്റിയില്ലല്ലേ? ദേവിക, എന്താ നടന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം. ഞാനെവിടെയാ? പേടിക്കണ്ട, ഇത് ഹോസ്പിറ്റലാ. ഗിരി എവിടെയാ? ദേവിക അവളെന്തേ? എല്ലാവരും ഉണ്ട് പുറത്ത്, സമാധാനമായിട്ട് കിടക്കും. തന്നെ സ്കാനിംഗ് റിപ്പോർട്ട്. തനൂജ അപ്പ കരുതിക്കൂട്ടി തന്നെ വന്നതല്ലേ? മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഒരുമിച്ച് പോവാന്നായിരുന്നു ധാരണ. ഒറ്റയ്ക്ക് പോകുന്നില്ലെന്ന് രജനി ഉറപ്പിച്ചതാ. ഇങ്ങനെ വരാനാ വിധി. സിദ്ധാർത്ഥൻ സാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല. എല്ലാവരുടെ വിഷമവും എനിക്കറിയാം. പ്രത്യേകിച്ച് ഗിരീഷിന്റെ അമ്മയുടെ. ഞങ്ങളുടെ മോളുന്നതിനപ്പുറം രജനി ഇപ്പൊ അവിടത്തെയാ. ഗിരീഷിന്റെ ഭാര്യയാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിയ നിങ്ങളോടൊക്കെ ഞാൻ ഉത്തരം പറയേണ്ടതാണ്. സാറേ, സാർ ഉത്തരം പറയൊന്നും വേണ്ട. കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡോക്ടർ. ഡോക്ടർ, രജനിക്ക് എങ്ങനെയുണ്ട്? സർ, പേടിക്കാനൊന്നുമില്ല. ആഴത്തിലുള്ള മുറിവൊന്നുമില്ല. ഇന്റേണൽ ഓർഗൻസിനെ ഒന്നും ബാധിച്ചിട്ടില്ല.
ഇപ്പോ ട്രീറ്റ്മെന്റ് നടക്കുക. കുറച്ചു കഴിഞ്ഞ് ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. ഓക്കെ സർ. താങ്ക് യു ഡോക്ടർ. ശരി എന്നാ. ഈശ്വര. ഈശ്വര. ഇത് കേട്ട് ബാലു വിഷമിക്കൊന്നും വേണ്ട. ഇതിനൊക്കെ ഉത്തരവാദി ആ സിദ്ധു തന്നെയാ. അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് പറയാന്. ചില മക്കള് കാരണം അച്ഛനും അമ്മയും കണ്ണീര് കുടിക്കുമെന്ന് പറയാറില്ലേ? ഇവിടെ ഇപ്പോ അച്ഛനാ മക്കളുടെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നെ. പാവം രജനി, കേട്ടിട്ട് കഷ്ടം തോന്നുക. ചന്ദ്രയും ഞാനൊന്നും ഹോസ്പിറ്റൽ വരെ പോയിട്ട് വന്നാലോ? വേണ്ട ബാലു, നമുക്കിനി ഇതിലൊന്നും ഉൾപ്പെടണ്ട. ഒന്ന് അകന്നു നിൽക്കാം. ആ തനുജിയെ ബാലുവിന്റെ തലയിൽ കെട്ടിവെക്കാനാ സിദ്ധു നോക്കുന്നേ. ആ ദേവികയാ അതിന് മുന്നിട്ട് നിൽക്കുന്നേ. ദേവികയെ സിദ്ധുവൊക്കെ ബാലുവിന്റെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട ബാലു, സിദ്ധു ചെയ്ത പാപത്തിന്റെ ബലം സിദ്ധു തന്നെ അനുഭവിച്ചാ മതി. ഇനി അവിടുത്തെ ഒരു പ്രശ്നത്തിലും നമ്മൾ ഇടപെടാൻ പോണ്ട. പിന്നെ ഞാൻ ആ തനുജയെ കുറ്റം പറയില്ല. എത്രയെന്നും പറഞ്ഞ ഒരു പെണ്ണ് സഹിക്കുക. അവളുടെ സ്ഥാനത്ത് ആരായാലും ഗതികെട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു പോവും. സിദ്ധു ഇനിയെങ്കിലും ഒന്ന് പഠിച്ചാ മതി. എന്തായാലും ഈ അവസ്ഥയിൽ അവനെ കുറ്റപ്പെടുത്തരുത് ചന്ദ്രേ. ആ കണ്ടോ, ബാലുവിന്റെ കുഴപ്പം ഇതാ, പെട്ടെന്ന് മനസ്സലിയും. അന്ന് ബാലുവിനെ കുടിപ്പിച്ചത് സിദ്ധു ആയിരിക്കും, അത് ഉറപ്പാ. എന്നിട്ട് നല്ല പിള്ളയാവനാ ബാലുവിനെ രാത്രി ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയത്. ഞാൻ പെർഫെക്റ്റ് എന്ന് അറിയിക്കാൻ. ഇനിയെങ്കിലും ബാലു മനുഷ്യരെ ഒന്ന് മനസ്സിലാക്ക്. ആ തനുജയെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതോടെ സിദ്ധു അനുഭവിക്കുന്ന നാണക്കേട് കുറച്ചുകൂടി കൂടും. അവർക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയാവും. പ്രഭയ്ക്ക് സമാധാനമുള്ള ജീവിതം ഈ ഇടയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പാവം, ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യയ്ക്ക് ദൈവം കൊടുക്കുന്ന വിധി നോക്ക്. അനുഭവിക്കട്ടെ, ചെയ്ത് കൂട്ടിയതിനൊക്കെ സിദ്ധുവും കുടുംബവും അനുഭവിക്കട്ടെ. രജനി, ഏയ് കരയണ്ട, ഒന്ന് സമാധാനായിട്ടിരിക്കേ, പേടിക്കണ്ട. ദേവി എവിടെ? പുറത്തുണ്ട്. അവൾക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാരും പുറത്തുണ്ട്. തനുജ് എല്ലാരെയും കൊല്ലും. അതൊന്നും ചിന്തിക്കാതെ ആരെയും ഒന്നും ചെയ്യില്ല.
ഞാനപ്പോ ചെന്നില്ലായിരുന്നെങ്കിൽ ദേവിക ഒക്കെ കഴിഞ്ഞല്ലോ, അതൊന്നും ഇനി ഓർക്കണ്ട. ഗിരി വന്നിട്ട് ഒന്നിച്ചു പോവാന്നല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞേ. പക്ഷെ പിന്നെങ്ങനെ എന്റെ മനസ്സ് മാറി. അപ്പോ പോവാൻ തോന്നിയത് ദൈവമായിട്ട് തോന്നിച്ചാണോ? ദേവിക്ക് രക്ഷിക്കാനായിട്ട്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇനി ഒന്നും സംഭവിക്കില്ല. പരിക്കാണെങ്കിൽ പേടിക്കത്തക്കതുമല്ല. അച്ഛനെന്ത് പറയുന്നു? സാറിന് നല്ല വിഷമമുണ്ട്. ഞാൻ എന്തായാലും പോലീസിൽ അറിയിക്കുന്നുണ്ട്.